വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് 2.0. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ദേവസ്വം ബോർഡ് പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ കോഡ് 102/2024. 102/2024 അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് എന്ന് പറയുന്നത് കോഡ് ഡി ആണ്. നമുക്ക് ചോദ്യത്തിലോട്ട് പോവാം. ഒന്നാമത്തെ ചോദ്യം, പുതുതായി നിർമ്മിച്ച ഇന്ത്യൻ പാർലമെന്റ് കെട്ടിടം രൂപകൽപ്പന ചെയ്തത് ആരാണ്? പുതുതായി നിർമ്മിച്ച ഇന്ത്യൻ പാർലമെന്റ് കെട്ടിടം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, ബിമൽ ഹസ്മുഖ് പട്ടേൽ. ബിമൽ ഹസ്മുഖ് പട്ടേൽ ആണ് പുതിയ പാർലമെന്റിന്റെ ശില്പി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, ലോകസഭയിലും സംസ്ഥാന നിയമനിർമ്മാണ സഭയിലും ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം ഇല്ലാതാക്കിയ ഭേദഗതി ഏത് എന്നാണ് ചോദ്യം. ഒന്നുകൂടി, ലോകസഭയിലും സംസ്ഥാന നിയമനിർമ്മാണ സഭയിലും ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധികളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം ഇല്ലാതായ ഭരണഘടനാ ഭേദഗതി ഏത്? ഉത്തരം ഓപ്ഷൻ സി, 104-ാം ഭരണഘടനാ ഭേദഗതി. വർഷം 2020. 104-ാം ഭരണഘടനാ ഭേദഗതി 2020 പ്രകാരം ആംഗ്ലോ ഇന്ത്യൻ പ്രാതിനിധ്യം എടുത്തുകളഞ്ഞു. മൂന്നാമത്തെ ചോദ്യം, ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത് ആരാണ്? ഗൂർണിക്ക എന്ന ചിത്രം വരച്ചത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, പാബ്ലോ പിക്കാസോ. പാബ്ലോ പിക്കാസോയുടെ ചിത്രമാണ് ഗൂർണിക്ക. നാലാമത്തെ ചോദ്യം, ബ്രെട്ടൻ വുഡ് സഹോദരിമാർ എന്നറിയപ്പെടുന്നതിൽ ഒന്ന് അന്താരാഷ്ട്ര നാണയനിധിയാണ് എങ്കിൽ രണ്ടാമത്തേത് ഏതാണ്? ബ്രെട്ടൻ വുഡ് സഹോദരിമാർ എന്നറിയപ്പെടുന്നതിൽ ഒന്ന് അന്താരാഷ്ട്ര നാണയനിധിയാണ്, എന്നാൽ രണ്ടാമത്തേത് ഏത്? ഉത്തരം ഓപ്ഷൻ സി, ലോകബാങ്ക്. ബ്രെട്ടൻ വുഡ് സഹോദരിമാർ എന്നറിയപ്പെടുന്നത് ഒന്ന് ലോകബാങ്കും രണ്ടാമത്തേത് IMF-ഉം, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അഥവാ അന്താരാഷ്ട്ര നാണയനിധിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ചോദ്യം, സോഷ്യൽ നെറ്റ്വർക്ക് സർവീസ് അല്ലാത്തതേത്? സോഷ്യൽ നെറ്റ്വർക്ക് സർവീസ് അല്ലാത്തതേത്? ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു: ട്വിറ്റർ, ജാവ, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം. ഇതില് സോഷ്യൽ നെറ്റ്വർക്ക് അല്ലാത്തതേത്? ഉത്തരം ഓപ്ഷൻ ബി, ജാവ. ആറാമത്തെ ചോദ്യം, തണ്ണീർത്തട സംരക്ഷണം ലക്ഷ്യമാക്കി 1971 ആഗോള ഉച്ചകോടി നടന്നത് എവിടെ? തണ്ണീർത്തട സംരക്ഷണം ലക്ഷ്യമാക്കി 1971 ആഗോള ഉച്ചകോടി നടന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ സി, റംസർ. റംസർ എന്ന സ്ഥലം ഇറാനിലാണ്. 1971 ഫെബ്രുവരി 2-നാണ് റംസർ കൺവെൻഷൻ നടക്കുന്നത്. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പൊ തണ്ണീർത്തട സംരക്ഷണം ലക്ഷ്യമാക്കി 1971 ആഗോള ഉച്ചകോടി നടന്നത് എവിടെയാണ്? റംസറിലാണ്. ഉത്തരം ഓപ്ഷൻ സി, റംസർ. റംസർ എന്ന സ്ഥലം ഇറാനിലാണ്. ഏഴാമത്തെ ചോദ്യം, കേന്ദ്ര ആസൂത്രണ കമ്മീഷന് പകരമായി നീതി ആയോഗ് ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന്? ആസൂത്രണ കമ്മീഷന് പകരമായി നീതി ആയോഗ് നിലവിൽ വന്നതെന്ന്? ഉത്തരം ഓപ്ഷൻ എ, 2015 ജനുവരി 1. 2015 ജനുവരി 1-നാണ് നീതി ആയോഗ് നിലവിൽ വരുന്നത്. പ്ലാനിംഗ് കമ്മീഷന് പകരമായി വരുന്നതാണ് നീതി ആയോഗ്. അടുത്തത് എട്ടാമത്തെ ചോദ്യം, 2023 ബ്രിട്ടനിൽ കിരീടധാരണം നടന്ന രാജാവ് ആര്? 2023 ബ്രിട്ടനിൽ കിരീടധാരണം നടന്ന രാജാവ് ആര്? ഉത്തരം ഓപ്ഷൻ സി, ചാൾസ് മൂന്നാമൻ. ബ്രിട്ടനിലെ നിലവിലെ രാജാവ് ചാൾസ് മൂന്നാമൻ. എന്നാൽ ബ്രിട്ടനിലെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഋഷി സുനാക്. ഒൻപതാമത്തെ ചോദ്യം, അഭിനവ കേരളം മാസിക തുടങ്ങിയത് ആരാണ്? അഭിനവ കേരളം മാസിക തുടങ്ങിയത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, വാഗ്ഭടാനന്ദൻ. അഭിനവ കേരളം എന്ന മാസിക ആരാണ് തുടങ്ങിയത്? ഓപ്ഷൻ ഡി, വാഗ്ഭടാനന്ദൻ. പത്താമത്തെ ചോദ്യം, ആധുനിക കാലത്തെ അത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏത്? ആധുനിക കാലത്തെ അത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ഗാന്ധിജി ആധുനിക കാലത്തെ അത്ഭുതമെന്ന് വിശേഷിപ്പിച്ചത്. ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12-നാണ്. 11ാമത്തെ ചോദ്യം, കേരളത്തിൽ കുടുംബശ്രീ നിലവിൽ വന്നതെന്ന്? കേരളത്തിൽ കുടുംബശ്രീ നിലവിൽ വന്നതെന്ന്? ഉത്തരം ഓപ്ഷൻ എ, 1998 മെയ് 17. 1998 മെയ് 17-ന് മലപ്പുറത്താണ് കുടുംബശ്രീ നിലവിൽ വരുന്നത്. കുടുംബശ്രീ ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന AB വാജ്പേയി ആണ്. 12ാമത്തെ ചോദ്യം, മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന സമ്മാനമാണ്? ഉത്തരം ഓപ്ഷൻ സി, സ്വരാജ് ട്രോഫി.
മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന സമ്മാനം അല്ലെങ്കിൽ പുരസ്കാരമാണ് സ്വരാജ് ട്രോഫി. 13ാമത്തെ ചോദ്യം, പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ എ ഹെൻറി എഡ്വേർഡ് റോബർട്ട്. ഓപ്ഷൻ എ ഹെൻറി എഡ്വേർഡ് റോബർട്ട്. പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഹെൻറി എഡ്വേർഡ് റോബർട്ട് ആണ്. 14ാമത്തെ ചോദ്യം, റെയ്മോണ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? റെയ്മോണ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ ഡി ആസാം. റെയ്മോണ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. അടുത്തത് 15ാമത്തെ ചോദ്യം, ഖത്തറിൽ നടന്ന ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷനിൽ ആൻസർ ഇല്ലായിരുന്നു. ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ലഭിച്ചത് കിലിയൻ എംബാപ്പെ. കിലിയൻ എംബാപ്പയ്ക്കാണ് ഖത്തർ വേൾഡ് കപ്പിൽ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ലഭിച്ചത്. അടുത്തത് 16ാമത്തെ ചോദ്യം, കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ 2022 CBI നടത്തിയ പരിശോധനയുടെ രഹസ്യ നാമം എന്താണ്? ഒന്നുകൂടി, കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ 2022 CBI നടത്തിയ പരിശോധനയുടെ രഹസ്യ നാമം എന്താണ്? ഉത്തരം ഓപ്ഷൻ സി ഓപ്പറേഷൻ മേഘചക്ര. ഓപ്പറേഷൻ മേഘചക്ര. 17ാമത്തെ ചോദ്യം, ചട്ടമ്പി സ്വാമികളുമായി ബന്ധമില്ലാത്ത കൃതി ഏത്? ചട്ടമ്പി സ്വാമികളുമായി ബന്ധമില്ലാത്ത കൃതി ഏത്? ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു: പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം, ആത്മാനുതാപം. ഇതിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതി അല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആത്മാനുതാപം. ആത്മാനുതാപം എന്ന കൃതി ചാവറയച്ചൻ്റെതാണ്. 18ാമത്തെ ചോദ്യം, മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികപരമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയിൽ അവരുടെ കുട്ടികൾക്ക് പഠന സഹായം നൽകുന്ന കേരള സാമൂഹ്യ സുരക്ഷാ പദ്ധതി ഏത്? മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മരിച്ചു പോവുകയും ജീവിച്ചിരിക്കുന്ന ആൾക്ക് ആരോഗ്യപരമായും സാമ്പത്തികപരമായും കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയിൽ അവരുടെ കുട്ടികൾക്ക് പഠന സഹായം നൽകുന്ന കേരള സാമൂഹ്യ സുരക്ഷാ പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ എ സ്നേഹപൂർവം. 19ാമത്തെ ചോദ്യം, ആഫ്രിക്കൻ വൻകരയെ യൂറോപ്പിൽ നിന്നും വേർതിരിക്കുന്നത്? ആഫ്രിക്കൻ വൻകരയെ യൂറോപ്പിൽ നിന്നും വേർതിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി മധ്യധരണ്യാഴി. 20ാമത്തെ ചോദ്യം, തന്നിരിക്കുന്നതിൽ കമ്പ്യൂട്ടറിന്റെ ഏറ്റവും വലിയ മെമ്മറി യൂണിറ്റ് ഏത്? തന്നിരിക്കുന്നതിൽ കമ്പ്യൂട്ടറിന്റെ ഏറ്റവും വലിയ മെമ്മറി യൂണിറ്റ് ഏത്? ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു: കിലോബൈറ്റ്, ജിഗാബൈറ്റ്, ടെറാബൈറ്റ്, മെഗാബൈറ്റ്. തന്നിരിക്കുന്നതിൽ കമ്പ്യൂട്ടറിന്റെ ഏറ്റവും വലിയ മെമ്മറി ഓപ്ഷൻ സി ടെറാബൈറ്റ്. 21ാമത്തെ ചോദ്യം, 2019 നിലവിൽ വന്ന കേരള ബാങ്ക് അഥവാ കേരള കോ ഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രഥമ പ്രസിഡന്റ് ആര്? 2019 നിലവിൽ വന്ന കേരള ബാങ്ക് അഥവാ കേരള കോ ഓപ്പറേറ്റീവ് ബാങ്കിന്റെ പ്രഥമ പ്രസിഡന്റ് ആര്? ഉത്തരം ഓപ്ഷൻ എ ഗോപി കോട്ടമുറിക്കൽ. ഗോപി കോട്ടമുറിക്കലാണ് കേരള ബാങ്കിന്റെ ആദ്യത്തെ പ്രസിഡന്റ്. 22ാമത്തെ ചോദ്യം, കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി അടൽ ബിഹാരി വാജ്പേയി. 23ാമത്തെ ചോദ്യം, GST അഥവാ ചരക്കു സേവന നികുതി ഇന്ത്യയിൽ ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന്? GST നിലവിൽ വന്നത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി 2017 ജൂലൈ 1. GST നിലവിൽ വന്നത് 2017 ജൂലൈ 1. 24ാമത്തെ ചോദ്യം, ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ്? ലോക പുകയില വിരുദ്ധ ദിനം എന്നാണ്? ഉത്തരം ഓപ്ഷൻ ഡി മെയ് 31. ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31-ാം തീയതിയാണ്. എന്നാൽ ലഹരി വിരുദ്ധ ദിനം വരുന്നത് ജൂൺ 26. ലഹരി വിരുദ്ധ ദിനം ജൂൺ 26, ലോക പുകയില വിരുദ്ധ ദിനം മെയ് 31. 25ാമത്തെ ചോദ്യം, യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഫുട്ബോളർ ആര്? ചോദ്യം ഒന്നുകൂടി, യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഫുട്ബോളർ ആര്? ഉത്തരം ഓപ്ഷൻ എ മനീഷ കല്യാൺ. 25ാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ ഫുട്ബോളർ? ഉത്തരം ഓപ്ഷൻ എ മനീഷ കല്യാൺ.
26ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏത്? ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ഡി, അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത കുറവുള്ള സംസ്ഥാനം ഓപ്ഷൻ ഡി, അരുണാചൽ പ്രദേശ്. 27ാമത്തെ ചോദ്യം, കേരളത്തിലെ ആകെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം എത്ര? കേരളത്തിലെ ആകെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ ഡി, 152. കേരളത്തിലെ ആകെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തൃശൂർ ജില്ല. 28ാമത്തെ ചോദ്യം, മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സവർണ ജാഥ ബന്ധപ്പെടുന്ന സമരം ഏത്? മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നടന്ന സവർണ ജാഥ ബന്ധപ്പെടുന്ന സമരം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് 1924 മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിക്കുന്നത്. 29ാമത്തെ ചോദ്യം, ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, വാരണാസി. ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം വാരണാസി. വാരണാസി, ഉത്തർപ്രദേശ്. 30ാമത്തെ ചോദ്യം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാര്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചതാര്? ഉത്തരം ഓപ്ഷൻ എ, വി ടി ഭട്ടതിരിപ്പാട്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം രചിച്ചത് വി ടി ഭട്ടതിരിപ്പാട്. 31ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവിന്റെ രചനകളിൽ പെടാത്തതേത്? ശ്രീനാരായണ ഗുരുവിന്റെ രചനകളിൽ പെടാത്തതേത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ദൈവദശകം, നവമഞ്ചരി, ദർശനമാല, അരുൾനൂൽ. ഈ പറഞ്ഞ കൃതികളിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി, അരുൾനൂൽ. അരുൾനൂൽ എന്ന കൃതി എഴുതിയത് വൈകുണ്ഠസ്വാമികളാണ്. ബാക്കി ദൈവദശകം, നവമഞ്ചരി, ദർശനമാല ഇതെല്ലാം ശ്രീനാരായണ ഗുരുവിന്റെ കൃതികളാണ്. 32ാമത്തെ ചോദ്യം, ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ. ഉത്തരം ഓപ്ഷൻ എ, രാകേഷ് ശർമ്മ. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ്. ഉത്തരം ഓപ്ഷൻ എ, രാകേഷ് ശർമ്മ. 33ാമത്തെ ചോദ്യം, ശനിയുടെ ഉപഗ്രഹം അല്ലാത്തതേത്? ശനിയുടെ ഉപഗ്രഹം അല്ലാത്തതേത്? ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു: അറ്റ്ലസ്, ഗാനിമീഡ്, ഹെലൻ, പ്രൊമിത്യൂസ്. അറ്റ്ലസ്, ഗാനിമീഡ്, ഹെലൻ, പ്രൊമിത്യൂസ്. ഇതിൽ ശനിയുടെ ഉപഗ്രഹം അല്ലാത്തത് ഓപ്ഷൻ ബി, ഗാനിമീഡ്. വ്യാഴത്തിന്റെ ഉപഗ്രഹമാണ് ഗാനിമീഡ്. 34ാമത്തെ ചോദ്യം, ഉത്തരായന രേഖ കടന്നു പോവാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരായന രേഖ കടന്നു പോവാത്ത ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു: മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്. ഈ സംസ്ഥാനങ്ങളിൽ ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി, ഉത്തർപ്രദേശ്. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 8 ആണ്. 35ാമത്തെ ചോദ്യം, 2023 മെയ് മാസം നടന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മത്സരത്തിൽ വിജയിച്ച ടീമിന്റെ ക്യാപ്റ്റൻ ആര്? 2023 മെയ് മാസം നടന്ന ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് മത്സരത്തിൽ വിജയിച്ച ടീമിന്റെ ക്യാപ്റ്റൻ ആര്? ഉത്തരം ഓപ്ഷൻ എ, മഹേന്ദ്ര സിംഗ് ധോണി. 36ാമത്തെ ചോദ്യം, ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, കോഴിക്കോട്. ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. കുഞ്ഞാലി മരക്കാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നതും കോഴിക്കോട്, ഇരിങ്ങലാണ്. 37ാമത്തെ ചോദ്യം, മീൻമുട്ടി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? മീൻമുട്ടി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി, വയനാട്. മീൻമുട്ടി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. 38ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, നീലഗിരി. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരിയാണ്. 39ാമത്തെ ചോദ്യം, 2021 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ധോളവീര സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? 2021 യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ധോളവീര സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഓപ്ഷൻ ബി, ഗുജറാത്ത്.
40ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ അഗ്നിപർവ്വതത്തിന് പേരുകേട്ട ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഇന്ത്യയിൽ അഗ്നിപർവ്വതത്തിന് പേരുകേട്ട ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ സി, ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങൾ. ബാരൻ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാറിലാണ്. 41ാമത്തെ ചോദ്യം, പിങ്ക് പോലീസ് വാഹനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്പർ ഏതാണ്? പിങ്ക് പോലീസ് വാഹനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്പർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, 1515. 1515 എന്ന നമ്പറാണ് പിങ്ക് പോലീസ് വാഹനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 42ാമത്തെ ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടനയിൽ 5 സ്ഥിര അംഗങ്ങളുള്ള ഘടകം ഏതാണ്? ഐക്യരാഷ്ട്ര സംഘടനയിൽ 5 സ്ഥിര അംഗങ്ങളുള്ള ഘടകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, സെക്യൂരിറ്റി കൗൺസിൽ. സെക്യൂരിറ്റി കൗൺസിലാണ് 5 സ്ഥിര അംഗങ്ങളും 10 താൽക്കാലിക അംഗങ്ങളും ഉള്ളത്. 43ാമത്തെ ചോദ്യം, ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, ആൽബർട്ട് സാബിൻ. ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് സാബിൻ. 44ാമത്തെ ചോദ്യം, 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള BPL വിഭാഗത്തിൽപ്പെട്ട പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ വകുപ്പിന്റെ പദ്ധതി ഏത്? 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള BPL വിഭാഗത്തിൽപ്പെട്ട പ്രമേഹ രോഗികൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹിക വകുപ്പിന്റെ പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, വയോമധുരം. 45ാമത്തെ ചോദ്യം, വല്ലി എന്ന നോവൽ എഴുതിയതാരാണ്? വല്ലി എന്ന നോവൽ എഴുതിയതാരാണ്? ഉത്തരം ഓപ്ഷൻ എ, ഷീല ടോമി. 46ാമത്തെ ചോദ്യം, വേരുകൾ പടരുന്ന വഴികൾ എന്ന നോവൽ എഴുതിയതാര്? വേരുകൾ പടരുന്ന വഴികൾ എന്ന നോവൽ എഴുതിയതാര്? ഉത്തരം ഓപ്ഷൻ എ, സി രാധാകൃഷ്ണൻ. വേരുകൾ പടരുന്ന വഴികൾ എന്ന നോവൽ എഴുതിയത് സി രാധാകൃഷ്ണൻ. 47ാമത്തെ ചോദ്യം, UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ജനിച്ച രാജ്യമേത്? UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ജനിച്ച രാജ്യമേത്? ഉത്തരം ഓപ്ഷൻ ബി, പോർച്ചുഗൽ. 48ാമത്തെ ചോദ്യം, 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ചാമ്പ്യൻ ആരാണ്? 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ ടെന്നീസ് പുരുഷ ചാമ്പ്യൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, നൊവാക് ജോക്കോവിച്ച്. 49ാമത്തെ ചോദ്യം, 52ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ വനിതാ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുള്ള പ്രത്യേക അവാർഡ് നേടിയത് ആര്? 52ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ വനിതാ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്നുള്ള പ്രത്യേക അവാർഡ് നേടിയത് ആര്? ഉത്തരം ഓപ്ഷൻ സി, നേഘ എസ്. 50ാമത്തെ ചോദ്യം, രേവതി പട്ടത്താനം നടന്നിരുന്ന ക്ഷേത്രം ഏത്? ഉത്തരം ഓപ്ഷൻ എ, കോഴിക്കോട് തളി ക്ഷേത്രം. രേവതി പട്ടത്താനം നടക്കുന്ന ക്ഷേത്രം കോഴിക്കോട് തളി ക്ഷേത്രം. 51ാമത്തെ ചോദ്യം, ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ് പാർലമെന്റിന്റെ ഇരുസഭകളുടെ സംയുക്ത സമ്മേളനം വിളിക്കുന്നത്? ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ് പാർലമെന്റിന്റെ ഇരുസഭകളുടെ സംയുക്ത സമ്മേളനം വിളിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ 108. അനുച്ഛേദം 108 പ്രകാരമാണ് സംയുക്ത സമ്മേളനം, ജോയിന്റ് സിറ്റിംഗ് വിളിച്ചുകൂട്ടുന്നത്. 52ാമത്തെ ചോദ്യം, ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്ന വ്യക്തി ആര്? ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്ന വ്യക്തി ആര്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: എൻ ഗോപാലസ്വാമി അയ്യങ്കാർ, KM മുൻഷി, JB കൃപലാനി, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. എൻ ഗോപാലസ്വാമി അയ്യങ്കാർ, KM മുൻഷി, JB കൃപലാനി, അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. ഈ പറഞ്ഞവരിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗമല്ലാതിരുന്ന വ്യക്തി ആര് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി, JB കൃപലാനി. 53ാമത്തെ ചോദ്യം, ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ അനുച്ഛേദം 19 അവകാശങ്ങൾ സ്വമേധയാ ഇല്ലാതാവുന്നത് ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ്? ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ അനുച്ഛേദം 19 അവകാശങ്ങൾ സ്വമേധയാ ഇല്ലാതാവുന്നത് ഏത് ഭരണഘടനാ അനുച്ഛേദ പ്രകാരമാണ്? അടിയന്തരാവസ്ഥ കാലത്ത് ആർട്ടിക്കിൾ 19 റദ്ദാകുന്ന അനുച്ഛേദം ഏതെന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി, ആർട്ടിക്കിൾ 358. അനുച്ഛേദം 358 പ്രകാരം ആർട്ടിക്കിൾ 19 അവകാശങ്ങൾ
അടിയന്തരാവസ്ഥ കാലത്ത് റദ്ദാകുന്നു. 54-ാമത്തെ ചോദ്യം, രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ദ്രൗപദി മുർമുവിനെതിരെ മത്സരിച്ച വ്യക്തി ആര്? രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ദ്രൗപദി മുർമുവിനെതിരെ മത്സരിച്ച വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ എ, യശ്വന്ത് സിൻഹ. ദ്രൗപദി മുർമുവിന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നു യശ്വന്ത് സിൻഹ. 55-ാമത്തെ ചോദ്യം, ഭൗമ ഉച്ചകോടി നടന്ന റിയോ ഡി ജനീറോ സ്ഥിതി ചെയ്യുന്ന രാജ്യമേത്? ഭൗമ ഉച്ചകോടി നടന്ന റിയോ ഡി ജനീറോ സ്ഥിതി ചെയ്യുന്ന രാജ്യമേത്? ഉത്തരം ഓപ്ഷൻ സി, ബ്രസീൽ. റിയോ ഡി ജനീറോ ബ്രസീലിലാണ്. 56-ാമത്തെ ചോദ്യം, ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി അലങ്കരിക്കാതിരുന്ന വ്യക്തി ആര്? ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ പദവി അലങ്കരിക്കാതിരുന്ന വ്യക്തി ആര്? താഴെ പറയുന്നവരിൽ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ അല്ലാതിരുന്നത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു: പി സതീദേവി, ലളിത കുമാരമംഗലം, ഗിരിജ വ്യാസ്, രേഖ ശർമ്മ. പി സതീദേവി, ലളിത കുമാരമംഗലം, ഗിരിജ വ്യാസ്, രേഖ ശർമ്മ. ഈ പറഞ്ഞവരിൽ ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടില്ലാത്തത് ഉത്തരം ഓപ്ഷൻ എ, പി സതീദേവി. സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് പി സതീദേവി. 57-ാമത്തെ ചോദ്യം, നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന സ്ഥാപിച്ചതാര്? നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന സ്ഥാപിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ബി, മേധാ പട്കർ. 58-ാമത്തെ ചോദ്യം, മഹാരാഷ്ട്രയെ കൂടാതെ ബോംബെ ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്ന സംസ്ഥാനമേത്? മഹാരാഷ്ട്രയെ കൂടാതെ ബോംബെ ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്ന സംസ്ഥാനമേത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി, ഗോവ. ബോംബെ ഹൈക്കോടതിയുടെ കീഴിൽ വരുന്ന 2 സംസ്ഥാനങ്ങൾ: ഒന്ന് മഹാരാഷ്ട്ര, 2 ഗോവ. 59-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്തതെന്ന്? ഇന്ത്യയിൽ പഞ്ചായത്തി രാജ് സംവിധാനം ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്തത് എന്ന്? ഉത്തരം 1959 ഒക്ടോബർ 2. 1959 ഒക്ടോബർ 2-ന് രാജസ്ഥാനിലെ നാഗൂറിലാണ് ജവഹർലാൽ നെഹ്റു പഞ്ചായത്തി രാജ് ഉദ്ഘാടനം ചെയ്യുന്നത്. 60-ാമത്തെ ചോദ്യം, അമേരിക്കൻ മോഡൽ ഭരണം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരത്തിന്റെ ഭാഗമായിരുന്നു? അമേരിക്കൻ മോഡൽ ഭരണം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ എ, പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് അമേരിക്കൻ മോഡൽ ഭരണം അറബിക്കടലിൽ. 60 GK ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻസ് മാത്സ് ആണ്. 61-ാമത്തെ ചോദ്യം, ഒരു ക്ലാസ്സിലെ 8 കുട്ടികളുടെ ശരാശരി മാർക്ക് 92 ആണ്. അതിൽ 95 മാർക്ക് കിട്ടിയ ഒരു കുട്ടി പോയി പകരം മറ്റൊരു കുട്ടി വന്നപ്പോൾ ശരാശരി മാർക്ക് 1 കുറഞ്ഞു. പുതിയ കുട്ടിയുടെ മാർക്ക് എത്ര? ഒരു ക്ലാസ്സിലെ 8 കുട്ടികളുടെ ശരാശരി മാർക്ക് 92 ആണ്. അതിൽ 95 മാർക്ക് കിട്ടിയ ഒരു കുട്ടി പോയി പകരം മറ്റൊരു കുട്ടി വന്നപ്പോൾ ശരാശരി മാർക്ക് 1 കുറഞ്ഞു. പുതിയ കുട്ടിയുടെ ശരാശരി മാർക്ക് എത്ര? ഉത്തരം ഓപ്ഷൻ സി, 87. 62-ാമത്തെ ചോദ്യം ബന്ധം കണ്ടെത്താനാണ്. രാജുവിന്റെ അനന്തരവനാണ് വിപിൻ. വിപിന്റെ സഹോദരിയാണ് റീന. റീനയുടെ അമ്മയുടെ അച്ഛന്റെ മകനാണ് രാമൻ. എങ്കിൽ രാജുവിന്റെ ആരാണ് രാമൻ? ക്വസ്റ്റ്യൻ ഒന്നുകൂടി. രാജുവിന്റെ അനന്തരവനാണ് വിപിൻ. വിപിന്റെ സഹോദരിയാണ് റീന. റീനയുടെ അമ്മയുടെ അച്ഛന്റെ മകനാണ് രാമൻ. എങ്കിൽ രാജുവിന്റെ ആരാണ് രാമൻ? ഉത്തരം ഓപ്ഷൻ ബി, സഹോദരൻ. 63-ാമത്തെ ചോദ്യം, മറ്റന്നാൾ രാഹുലിന്റെ പിറന്നാളാണ്. അടുത്ത ആഴ്ച അതേ ദിവസം നീനയുടെ പിറന്നാളാണ്. ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ നീനയുടെ പിറന്നാളിന്റെ തലേ ദിവസം ഏതാണ്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. മറ്റന്നാൾ രാഹുലിന്റെ പിറന്നാളാണ്. അടുത്ത ആഴ്ച അതേ ദിവസം നീനയുടെ പിറന്നാളാണ്. ഇന്ന് തിങ്കളാഴ്ചയാണെങ്കിൽ നീനയുടെ പിറന്നാളിന്റെ തലേ ദിവസം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ചൊവ്വ. 64-ാമത്തെ ചോദ്യം, ഒരു സമാന്തര ശ്രേണിയുടെ 1-ാം പദം 3-ഉം പൊതുവ്യത്യാസം 2-ഉം ആയാൽ 50-ാം പദം ഏത്? ഒരു സമാന്തര ശ്രേണിയുടെ 1-ാം പദം 3-ഉം പൊതുവ്യത്യാസം 2-ഉം ആയാൽ 50-ാം പദം ഏത്? ഉത്തരം ഓപ്ഷൻ എ, 101. 65-ാമത്തെ ചോദ്യം കണക്കായിരുന്നു.
2.01 പ്ലസ് 22.001 പ്ലസ് 0.001. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിരുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 24.012. 24.012. 66-ാമത്തെ ചോദ്യം. രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 12ഉം 13ഉം ആണ്. അവയുടെ ഉസാഖ 8ഉമായാൽ സംഖ്യകൾ ഏതൊക്കെ? രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം 12ഉം 13ഉം ആണ്. അവയുടെ ഉസാഖ 8 ആയാൽ സംഖ്യകൾ ഏതൊക്കെ? ഉത്തരം ഓപ്ഷൻ സി 96, 104. 96, 104 ഉത്തരം. 67-ാമത്തെ ചോദ്യം. ഒരു ക്യൂബിൽ രണ്ട് ഭാഗത്തു നിന്നും എണ്ണി നോക്കിയപ്പോൾ മീന 10ാമത് സ്ഥാനത്താണ് എങ്കിൽ ക്യൂബിൽ ആകെ എത്ര പേരാണുള്ളത്? ഒരു ക്യൂബിൽ രണ്ട് ഭാഗത്തു നിന്നും എണ്ണി നോക്കിയപ്പോൾ മീന 10ാമത്തെ സ്ഥാനത്താണ് എങ്കിൽ ആ ക്യൂബിൽ ആകെ എത്ര പേരാണുള്ളത്? ഉത്തരം ഓപ്ഷൻ സി 19. 68-ാമത്തെ ചോദ്യം. ഒരു സംഖ്യയുടെ 50% വർദ്ധിപ്പിച്ചതിനു ശേഷം 50% കുറച്ചാൽ ആ സംഖ്യയിൽ എത്ര ശതമാനം മാറ്റമുണ്ടാവും? ഒരു സംഖ്യയുടെ 50% വർദ്ധിപ്പിച്ചതിനു ശേഷം 50% കുറച്ചാൽ ആ സംഖ്യയിൽ എത്ര ശതമാനം മാറ്റമുണ്ടാകും? ഉത്തരം ഓപ്ഷൻ സി 25% കുറവ്. 69-ാമത്തെ ചോദ്യം. മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഒരു തീവണ്ടി ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ ദൂരം സഞ്ചരിക്കും? മണിക്കൂറിൽ 72 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ഒരു തീവണ്ടി ഒരു സെക്കൻഡിൽ എത്ര മീറ്റർ ദൂരം സഞ്ചരിക്കും? ഉത്തരം ഓപ്ഷൻ ഡി 20 മീറ്റർ. 70-ാമത്തെ ചോദ്യം. ഒരു സംഖ്യയുടെ 2/1 മറ്റൊരു സംഖ്യയുടെ 5/1 തുല്യമാണ് എങ്കിൽ സംഖ്യകൾ തമ്മിലുള്ള അംശബന്ധം എത്രയെന്നാണ്. ഈ ചോദ്യത്തിന് ആൻസർ ഓപ്ഷനിൽ ഇല്ല. അടുത്തത് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. 71-ാമത്തെ ചോദ്യം. 71-ാമത്തെ ചോദ്യം ഇതാണ്. ഹാവ് യു റെഡ് ഒതല്ലോ? ഹാവ് യു റെഡ് ഒതല്ലോ? ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ്. ദ റിപ്പോർട്ടഡ് ഫോം ഓഫ് ഈസ്. ഈ പറഞ്ഞതിന്റെ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് പറയുന്നത്. ഹാവ് യു റെഡ് ഒതല്ലോ എന്നതിന്റെ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് വെദർ ദേ ഹാഡ് റെഡ് ഒതല്ലോ. ഒന്നുകൂടി പറയാം. ഹാവ് യു റെഡ് ഒതല്ലോ എന്നതിന്റെ റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ദ ടീച്ചർ ആസ്ക്ഡ് ദ സ്റ്റുഡൻസ് വെദർ ദേ ഹാഡ് റെഡ് ഒതല്ലോ. 72-ാമത്തെ ചോദ്യം. ഡാഷ് ഈസ് ദ ആന്റോണിം ഓഫ് ജനറസ്. ജനറസ് എന്ന പദത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി മൈസർലി. ജനറസിന്റെ ഓപ്പോസിറ്റ് മൈസർലി. 73-ാമത്തെ ചോദ്യം. എയ്തർ ജോൺ ഓർ ഗോപാൽ ഡാഷ് ടേക്കൺ മൈ ബുക്ക്. എയ്തർ ജോൺ ഓർ ഗോപാൽ ഡാഷ് ടേക്കൺ മൈ ബുക്ക്. ചൂസ് ദ സ്യൂട്ടബിൾ ഓപ്ഷൻ. ഓപ്ഷൻ ഇതൊക്കെ ആയിരുന്നു. ഹാവ്, ആർ, ഈസ്, ഹാസ്. ഇതിൽ ഉത്തരം വരുന്നത് ഹാസ് ആണ്. എയ്തർ ജോൺ ഓർ ഗോപാൽ ഹാസ് ടേക്കൺ മൈ ബുക്ക്. 74-ാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ ടാഗ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്യൂ പീപ്പിൾ ന്യൂ ദി സൊല്യൂഷൻ. ഫ്യൂ പീപ്പിൾ ന്യൂ ദി സൊല്യൂഷൻ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ഡിഡ് ദേ. 75-ാമത്തെ ചോദ്യം. ദ ഹെഡ് മാസ്റ്റർ ഡാഷ് ദ മീറ്റിംഗ് ടു എ ഫ്യൂച്ചർ ഡേറ്റ്. ദ ഹെഡ് മാസ്റ്റർ ഡാഷ് ദ മീറ്റിംഗ് ടു എ ഫ്യൂച്ചർ ഡേറ്റ്. ഉത്തരം ഓപ്ഷൻ സി പുട്ട് ഓഫ്. The headmaster put off the meeting to a future date. 76-ാമത്തെ ചോദ്യം. They have built a perfect dam across the river. Change the voice. പാസീവ് വോയിസിൽ എഴുതാനാണ്. ഒന്നുകൂടി ചോദ്യം പറയാം. They have built a perfect dam across the river. ഉത്തരം ഓപ്ഷൻ ബി a perfect dam has been built by them across the river. They have built a perfect dam across the river. അതിന്റെ പാസീവ് ഫോം ആണ്. A perfect dam has been built by them across the river. 77-ാമത്തെ ചോദ്യം. A bird in hand is worth to dash the bush. A bird in hand is worth to dash the bush. ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു. ഓൺ, ബൈ, ഓഫ്, ഇൻ. ഉത്തരം ഓപ്ഷൻ ഡി ഇൻ. A bird in hand is worth to in the bush. 78-ാമത്തെ ചോദ്യം. Would you mind dash? Would you mind dash?
ഉത്തരം ഓപ്ഷൻ എ ഓപ്പണിംഗ് ദി ഡോർ. വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദി ഡോർ? 79ാമത്തെ ചോദ്യം, വെൻ ഐ റീച്ച്ഡ് ദെയർ എവരിബഡി ഡാഷ്. വെൻ ഐ റീച്ച്ഡ് ദെയർ എവരിബഡി ഡാഷ്. ഉത്തരം ഓപ്ഷൻ ബി ഹാഡ് ലെഫ്റ്റ്. വെൻ ഐ റീച്ച്ഡ് ദെയർ എവരിബഡി ഹാഡ് ലെഫ്റ്റ്. 80ാമത്തെ ചോദ്യം, ഡാഷ് ഐ വാസ് ലേറ്റ് ദ അതേഴ്സ് വെയർ ഓൾ ഓൺ ടൈം. ഒന്നുകൂടി ചോദ്യം വായിക്കാം. ഡാഷ് ഐ വാസ് ലേറ്റ് ദ അതേഴ്സ് വെയർ ഓൾ ഓൺ ടൈം. ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു. ഓൾദോ, മോറോവർ, ഹൗഎവർ, ഡെസ്പൈറ്റ്. ഉത്തരം ഓപ്ഷൻ എ ഓൾദോ. ഓൾദോ ഐ വാസ് ലേറ്റ് ദ അതേഴ്സ് വെയർ ഓൾ ഓൺ ടൈം. അടുത്തത് മലയാളം ക്വസ്റ്റ്യൻസ് ആണ്. 81ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ സാമാന്യനാമത്തിന് ഉദാഹരണം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ സാമാന്യനാമത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു. മനുഷ്യൻ, കൊച്ചി, പമ്പ, മണ്ണ്. ഈ പറഞ്ഞിരിക്കുന്നതിൽ സാമാന്യനാമത്തിന് ഉദാഹരണം ഓപ്ഷൻ എ മനുഷ്യൻ. 82ാമത്തെ ചോദ്യം, ലോപസന്ധിക്ക് ഉദാഹരണം തിരഞ്ഞെടുക്കുക. ലോപസന്ധിക്ക് ഉദാഹരണം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻസ് പറയാണ്. അമ്മ എവിടെ? രണ്ടാമത്തെ ഓപ്ഷൻ വെൺമാടം. മൂന്നാമത്തേത് വീടില്ല. 4 തിരയുള്ള. അമ്മ എവിടെ, വെൺമാടം, വീടില്ല, തിരയുള്ള. ഇതിൽ ലോപസന്ധിക്ക് ഉദാഹരണം ഏത്? ഉത്തരം ഓപ്ഷൻ സി വീടില്ല. 83ാമത്തെ ചോദ്യം, ബഹുവ്രീഹി സമാസത്തിന് ഉദാഹരണം തിരഞ്ഞെടുക്കുക. ബഹുവ്രീഹി സമാസത്തിന് ഉദാഹരണം തിരഞ്ഞെടുക്കുക എന്നതാണ് ചോദ്യം. ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു. അനുദിനം, ചെന്താമരക്കണ്ണൻ, ചെമ്പുപാത്രം, പുഴവെള്ളം. ഇതിൽ ബഹുവ്രീഹി സമാസത്തിന് ഉദാഹരണം ഓപ്ഷൻ ബി ചെന്താമരക്കണ്ണൻ. 84ാമത്തെ ചോദ്യം, ഹായ് എന്തൊരു ഭംഗി. ഇതിൽ ഹായ് എന്ന പദത്തിന് ശേഷം ചേർക്കേണ്ട ചിഹ്നം ഏത്? ഹായ് എന്തൊരു ഭംഗി. ഇതിൽ ഹായ് എന്ന പദത്തിന് ശേഷം ചേർക്കേണ്ട ചിഹ്നം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി വിക്ഷേപിണി. വിക്ഷേപിണി എന്ന് പറഞ്ഞാൽ ആശ്ചര്യ ചിഹ്നം. 85ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ വയൽ എന്നർത്ഥം വരുന്ന പദം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ വയൽ എന്നർത്ഥം വരുന്ന പദം ഏത്? ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു. കേദം, കേദം, കുശവം, കേദം, കുശവം, കേദാരം, കേദാരം, കനകം. ഈ തന്നിരിക്കുന്നതിൽ വയൽ എന്ന അർത്ഥം വരുന്ന പദം ഏത്? ഉത്തരം ഓപ്ഷൻ സി കേദാരം. 86ാമത്തെ ചോദ്യം, ഉഗ്രം എന്ന പദത്തിന്റെ വിപരീതമായി വരുന്ന പദം ഏത്? ഉഗ്രം എന്ന പദത്തിന്റെ വിപരീതമായി വരുന്ന പദം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ശാന്തം. ഉഗ്രം എന്ന പദത്തിന്റെ വിപരീതം ശാന്തം. 87ാമത്തെ ചോദ്യം, സർപ്പം എന്ന പദത്തിന്റെ പര്യായ പദം ഏത്? സർപ്പം എന്ന പദത്തിന്റെ പര്യായ പദം ഏത്? ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു. രേഖണം, രേഖണം, ധ്വനി, അഹി, വനദം. ഇതിൽ സർപ്പം എന്ന പദത്തിന്റെ പര്യായ പദം ഓപ്ഷൻ സി അഹി. 88ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പദം ഏത്? അതിഥി എന്ന പദമാണ് തന്നിരിക്കുന്നത്. ശരിയായ പദം ഓപ്ഷൻ ബി ആണ്. അതിഥി എന്ന് എഴുതേണ്ടത് അതിഥി. 89ാമത്തെ ചോദ്യം, ലോകത്തെ സംബന്ധിച്ചത് അടിവരയിട്ട പദത്തിന്റെ ഒറ്റപ്പദം കണ്ടെത്തുക. ലോകത്തെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റപ്പദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ലൗകികം. 90ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ സംജ്ഞാനാമത്തിന് ഉദാഹരണം ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ സംജ്ഞാനാമത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓട്ടം, വെളുപ്പ്, സ്നേഹം, ശിവൻ. ഇതിൽ സംജ്ഞാനാമത്തിന് ഉദാഹരണം ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ ഡി ശിവൻ. ഇനിയുള്ള 10 ക്വസ്റ്റ്യൻസ് ദേവസ്വം ബോർഡിന്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. നമ്മൾ GK-യും മാത്സും മലയാളവുമാണ് ഇതുവരെ നോക്കിയത്.